ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ സ്വന്തം സി-മെഡി ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ്റെ PSC വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നിങ്ങളുടെ പ്രയത്നം തുടരേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ സി-മെഡി ടെക് കൊണ്ടുകൂടെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അഫറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുന്നു. അഫറസിസിൽ നിന്ന് PSCക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതിനെ പറ്റിയാവട്ടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. അഫറസിസ്, അപ്പോൾ എന്താണ് അഫറസിസ്? ബ്ലഡ് ബാങ്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് അഫറസിസ് എന്ന് പറയുന്നത്. ഈ അഫറസിസ് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ ഗ്രീക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗ്രീക്കിൽ അഫറസിസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ടേക്ക് എവേ, അല്ലാന്നുണ്ടെങ്കിൽ ടു ക്യാരി എവേ എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തിനോ എടുത്തുകൊണ്ട് പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അഫറസിസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ PSCക്ക് വളരെയധികം ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ അഫറസിസിൻ്റെ ഡെഫിനേഷൻ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ എന്താണ് അഫറസിസ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, ഡെഫിനേഷനിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 4 പോയിൻറ്റ്സാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം അഫറസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡോണറിൽ നിന്ന് നമ്മുടെ ബ്ലഡിനെ റിമൂവ് ചെയ്തിട്ടല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡോണറിൽ നിന്നും ബ്ലഡിനെ റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് ആൻറ്റികോയാഗുലേറ്റഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കമ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കമ്പോണൻസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ റിട്ടൈൻ ചെയ്യുകയും നമുക്ക് ആവശ്യമില്ലാത്ത ബാക്കി ബ്ലഡിലെ കമ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഡോണറിലേക്ക് തന്നെ റീഇൻഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ അഫറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഫറസിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡ് റിമൂവ്ഡ് ഫ്രം ദ ഡോണറിൽ നിന്ന് നമ്മൾ ബ്ലഡ് റിമൂവ് ചെയ്യുന്നു. ഈ റിമൂവ് ചെയ്തെടുത്തിട്ടുള്ള ബ്ലഡിനെ ആൻറ്റികോയാഗുലൻ്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ടെക്നിക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതാണ്. അപ്പോൾ ബ്ലഡ് റിമൂവ്ഡ് ഫ്രം ദ ഡോണർ ആൻഡ് ഈ റിമൂവ് ചെയ്തിട്ടുള്ള ബ്ലഡിനെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കമ്പോണൻസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസിനെ എടുക്കുകയും നമുക്ക് ആവശ്യമില്ലാത്ത കമ്പോണൻസിനെ തിരിച്ച് റീഇൻഫ്യൂസ് ചെയ്യുക, ഡോണറിലേക്ക് തിരിച്ച് റീഇൻഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മുടെ അഫറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്ലഡ് റിമൂവ്ഡ് ഫ്രം ദ ഡോണർ, ആദ്യം ഡോണറിൽ നിന്ന് നമ്മൾ ബ്ലഡ് റിമൂവ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻറ്റിനെ റീറ്റെയിൻ ചെയ്യുന്നു. അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വയർ അല്ലാത്ത കമ്പോണൻസിനെ നമ്മൾ തിരിച്ച് ഡോണറിലേക്ക് റീഇൻഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതായത് നമുക്ക് ഓവർലോഡ് ചില സമയത്ത് നമ്മൾ ഹോൾ ബ്ലഡ് നമുക്ക് എന്തെങ്കിലും പ്ലേറ്റ്ലെറ്റ് മാത്രം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഹോൾ ബ്ലഡായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തുണ്ടാക്കും? നമ്മുടെ പേഷ്യൻറ്റിൽ ഓവർലോഡ് ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓവർലോഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായകമായിട്ടുണ്ട്. ഇപ്പോൾ പേഷ്യൻറ്റിന് പ്ലേറ്റ്ലെറ്റ് മാത്രമാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേറ്റ്ലെറ്റിനെ മാത്രം ഇൻഫ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ പ്ലാസ്മ RBCസിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവർലോഡ് കുറയ്ക്കാനും റിക്വയർഡ് ആയിട്ടുള്ള കമ്പോണൻസിന് മാത്രം പേഷ്യൻറ്റിന് കൊടുക്കാനും നമുക്ക് സഹായകമാവുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡോണറിൽ നിന്ന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന കമ്പോണൻറ്റ് നമുക്ക് ഒന്നിലധികം പേഷ്യൻസിന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് പ്ലേറ്റ്ലെറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടുത്ത കമ്പോണൻറ്റ് ഗ്രാനുലോസൈറ്റ്, PRBC അങ്ങനെ സെപ്പറേറ്റ് കമ്പോണൻസിനെ നമുക്ക് ഇത്തരത്തിൽ കോമ്പോണൻറ്റ് സെപ്പറേഷൻ നടത്തുന്നത് വഴി നമുക്ക് സെപ്പറേറ്റ് കമ്പോണൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഫറസിസിൽ എന്താണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത്? ഇപ്പോൾ ഡെഫിനിഷൻ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്താണ് അഫറസിസ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അഫറസിസ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം.
ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് പരിചയപ്പെടാനുള്ളത് അഫറസിസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ എന്താണ് RBCs, അതായത് ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് അത് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് പ്രിൻസിപ്പിളായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിൽ നിന്ന് നമ്മുടെ എന്താണ് ഹോൾ ബ്ലഡിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഈ ഹോൾ ബ്ലഡിനെ നമ്മൾ എന്താണ് പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മളത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആൻറ്റി കോയാഗുലൻ്റ് ആഡ് ചെയ്യണം. ഇത്തരത്തിൽ ആൻറ്റി കോയാഗുലൻ്റ് ആഡ് ചെയ്തിട്ടുള്ള ഈ ബ്ലഡിനെ നമ്മളൊരു ബൗളിലേക്ക്, സെൻട്രിഫ്യൂജ് ബൗളിലേക്ക്, ഇപ്പോൾ സെൻട്രിഫിക്കേഷൻ മെത്തേഡ് വഴിയാണെന്നുണ്ടെങ്കിൽ സെൻട്രിഫിക്കേഷൻ ബൗളിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അതിന് സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം നമ്മുടെ ആൻറ്റി കോയാഗുലേറ്റഡ് ബ്ലഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് അത് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് വഴിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഡെൻസിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെപ്പറേഷൻ നടക്കുന്നത്. ഇപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റിയുടെ ബേസിലാണ് കോമ്പോണൻസ് സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ മോർ ഡെൻസ് ആയിട്ടുള്ള സെല്ലുകൾ അല്ലാന്നുണ്ടെങ്കിൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ വരും, അതിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞത് അതിൻ്റെ മുകളിൽ വരും, അതിനേക്കാളും ഡെൻസിറ്റി കുറവുള്ളത് അതിൻ്റെ മുകളിൽ വരും. അപ്പോൾ അങ്ങനെയാണ് ഡെൻസിറ്റി ബേസിൽ എന്താണ് അതിൻ്റെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള സെല്ലുകൾ അല്ലെങ്കിൽ കമ്പോണൻ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്, RBCs ആണ്. ഓക്കെ, അപ്പോൾ RBCs ആണ് ഏറ്റവും താഴെയായിട്ട് സെറ്റിലാവാൻ പോകുന്നത്. ഒന്നുകൂടെ പറയാം, ആൻറ്റി കോയാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് കമ്പോണൻസ് സെപ്പറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ വരുന്നത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള കമ്പോണൻ്റ് ആയിരിക്കും, ഏറ്റവും മുകളിൽ വരുന്നത് ഡെൻസിറ്റി കുറഞ്ഞ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഹോൾ ബ്ലഡിനെ, ആൻറ്റി കോയാഗുലേറ്റഡ് ആയിട്ടുള്ള ഹോൾ ബ്ലഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും താഴെ കിട്ടുന്നത് മോർ ഡെൻസ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് പാക്ഡ് RBCs ആണ്. റെഡ് ബ്ലഡ് സെൽസ് ആണ് ഏറ്റവും താഴെ നമുക്ക് കിട്ടാൻ പോകുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കിട്ടുന്ന ലെയറാണ് ബഫി കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബഫി കോട്ടിൽ ഏറ്റവും താഴെ വരുന്ന ആളെന്ന് പറയുന്നത് ഗ്രാനുലോസൈറ്റാണ്. ഗ്രാനുലോസൈറ്റാണ് ഇതിൽ മോർ ഡെൻസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ മോണോസൈറ്റ് വരുന്നു. അപ്പോൾ ഗ്രാനുലോസൈറ്റ്, അതിൻ്റെ തൊട്ട് മുകളിൽ മോണോസൈറ്റ് വരുന്നു, അതിൻ്റെ മുകളിലായിട്ട് ലിംഫോസൈറ്റ് വരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് വരുന്നത്. ഏറ്റവും മുകളിൽ ഈ ബഫി കോട്ടിനും മുകളിലായിട്ട് നമുക്ക് കിട്ടുന്ന ലെയർ എന്ന് പറയുന്നത് പ്ലാസ്മയുടെ ലെയറാണ്. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ നമ്മൾ എന്തായാലും ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ അതായത് ബഫി കോഡിൽ ഏറ്റവും മോർ ഡെൻസ് ആയിട്ടുള്ള കമ്പോണൻ്റ് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഫി കോഡിൽ ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആരാണ്, നമ്മുടെ ഗ്രാനുലോസൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബഫി കോട്ട് എന്ന് പറയുന്നത് WBCസും പ്ലേറ്റ്ലെറ്റും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു വൈറ്റ് കളേർഡ് പോർഷനാണ് നമ്മുടെ ബഫി കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ബഫി കോട്ടിൽ നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും ഡെൻസ് ആയിട്ടുള്ള കമ്പോണൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാനുലോസൈറ്റ് ആണ്. ഗ്രാനുലോസൈറ്റിൻ്റെ മുകളിൽ വരുന്നത് ഡെൻസിറ്റി കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് ലിംഫോസൈറ്റ് ആൻഡ് ഏറ്റവും മുകളിൽ വരുന്നത് പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, അപ്പോൾ ആൻറ്റി കോയാഗുലേറ്റഡ് ആയിട്ടുള്ള ഹോൾ ബ്ലഡിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും താഴെ കിട്ടുന്ന മോർ ഡെൻസ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് PRBC ആണ്. നടുക്ക് കിട്ടുന്നത് ബഫി കോട്ട്. ബഫി കോട്ടിൽ തന്നെ ഏറ്റവും ഡെൻസിറ്റി കൂടിയത് ഗ്രാനുലോസൈറ്റ് ആണ്. പിന്നീട് വരുന്നത് മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ എല്ലാവരും ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. നമുക്ക് ക്വസ്റ്റ്യൻ വളരെയധികം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ, അതായത് ഈ സെപ്പറേഷൻ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി മെത്തേഡിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കറിയാം എന്താണ് നമ്മൾ എങ്ങനെയാണ് അഫറസിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതായത് ലാർജ് പോർ സൈസുള്ള
IV കത്തീറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വെയിനിലേക്ക് നമ്മൾ IV കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഫറസിസ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് പങ്ക്ചർ ചെയ്തത്, ഏതൊക്കെ IVs ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ഓഫ് എഫറസിസ് ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സൈറ്റ് ഓഫ് എഫറസിസ് എന്ന് പറയുന്നത് നമ്മുടെ പെരിഫറിയിലാണെന്നുണ്ടെങ്കിൽ മീഡിയൻ ക്യൂബൈറ്റൽ വെയിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് സെൻട്രലാണെന്നുണ്ടെങ്കിൽ ഫിമോറൽ, സബ്ക്ലേവിയൻ, ജുഗുലാർ വെയിൻ, ഇത്തരത്തിലുള്ള വെയിൻസൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം സൈറ്റ് ഓഫ് എഫറസിസ് എന്ന് പറയുന്നത് ഒന്ന് മീഡിയൻ ക്യൂബൈറ്റൽ വെയിൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഫിമോറൽ, അതുപോലെ തന്നെ സബ്ക്ലേവിയൻ അല്ലെങ്കിൽ ജുഗുലാർ വെയിൻ, ഇതൊക്കെയാണ് നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എഫറസിസിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ മെത്തേഡ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡും അതുപോലെ തന്നെ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡുമാണ്. ഓക്കെ, അപ്പോൾ എഫറസിസിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡും അതുപോലെ തന്നെ നമ്മുടെ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡുമാണ്. ഇനി നമ്മുടെ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏതാണ്? സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽട്രേഷനും ഉണ്ട്. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്ലാസ്മ എഫറസിസ്, അതായത് പ്ലാസ്മേനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ്? സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തേതെന്ന് പറയുന്നത് IFC, അതായത് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ്. ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ IFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ്. ഇനി മറ്റൊന്നാണ് CFC. അപ്പോൾ CFC എന്ന് പറയുന്നത് എന്താണ്? IFC എന്ന് പറയുമ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷനാണ്. അപ്പോൾ CFC എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെ, കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ്. അപ്പോൾ IFC എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡും CFC എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡാണ്. അപ്പോൾ എന്താണ് ഈ രണ്ട് പ്രൊസീജിയറും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ബേസിക്കലി സംഭവം ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ പറഞ്ഞു ലാർജ് ബോർ സൈസുള്ള നീഡിൽസ് IV കത്തീറ്റർ നമ്മുടെ വെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും നമ്മൾ എന്താണ് ഹോൾ ബ്ലഡിനെ റിമൂവ് ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ ഹോൾ ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ആൻറ്റികോയാഗുലൻ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ആൻറ്റികോയാഗുലൻ്റ് ആഡ് ചെയ്തിട്ടുള്ള ഈ ബ്ലഡിനെ, അതായത് ആദ്യം നമ്മൾ ബ്ലഡ് വിത്ഡ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നു, അതിനെ ആൻറ്റികോയാഗുലേഷൻ നടത്തുന്നു, എന്നിട്ട് നമ്മളതിനെ സെൻട്രിഫ്യൂഗേഷൻ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ പമ്പ് ചെയ്യുന്നു. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ പമ്പിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ബൗളിലേക്ക് നമ്മളതിനെ പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗേഷൻ ബൗൾ എന്ത് ചെയ്യും? സെൻട്രിഫ്യൂഗേഷൻ വിധേയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ കമ്പണൻസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കമ്പണൻസ് ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഹോൾ ബ്ലഡ് ആൻറ്റികോയാഗുലൻ്റ് ആയിട്ടുള്ള ഹോൾ ബ്ലഡ് നമ്മൾ എന്താണ് നമ്മുടെ ഇൻലെറ്റ് കൂടെ നമ്മളതിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ സെൻട്രിഫ്യൂഗേഷൻ ബൗളിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കമ്പണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള കമ്പണൻറ്റിനെ നമ്മൾ ഔട്ട്ലെറ്റിലൂടെ നമ്മൾ പുറത്തെടുക്കുന്നു. ആൻഡ് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് നമ്മൾ ഡോണറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ IFC എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ്? 1 ആം പ്രൊസീജിയറാണ്. അതായത് ഒരേ വെനി പങ്ക്ചറിലോ അല്ലെങ്കിൽ ഒരേ വെയിനിൽ വെനി പങ്ക്ചറിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കമ്പോണൻസിനെ, അതായത് നമ്മൾ ഹോൾ ബ്ലഡ് വിത്ഡ്രോ ചെയ്തിട്ട് നമ്മളതിനെ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. തിരിച്ച് അതേ വെയിനിലേക്ക് തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? അതായത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യാത്ത കമ്പോണൻസിനെ തിരിച്ച് അതേ വെയിനിലൂടെ തന്നെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് IFC എന്ന് പറയുന്നത്. അപ്പോൾ 1 ആം പ്രൊസീജിയറാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം വിത്ഡ്രോ ചെയ്യുന്നു, എന്നിട്ട് അതിനെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു, തിരിച്ച് ആ വെയിനിലേക്ക് തന്നെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നു. നമുക്ക് കൺഫ്യൂസ് ആവുന്നില്ലല്ലോ? അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇൻ്റർമീഡിയറ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് 6 സൈക്കിൾ അല്ലാന്നുണ്ടെങ്കിൽ 6-8 സൈക്കിൾ നടക്കുമ്പോഴത്തേക്കാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് എഫറസിസ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? അതാണ് IFC ഇൻ്റർമീഡിയറ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്ലോ പ്രോസസ്സായിരിക്കും. IFC എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സായിരിക്കും. 1 ആം പ്രൊസീജിയറാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വയ്ക്കാം.
ഇനി CFC കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അതായത് 2 ആം പ്രൊസീജിയറാണ് അവിടെ. അതായത് ഒരു കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോൾ ബ്ലഡിനെ റിമൂവ് ചെയ്തിട്ട് നമ്മളതിൻ്റെ കമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നു. തിരിച്ച് മറ്റേ കൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമില്ലാത്ത കമ്പണൻസിനെ തിരിച്ച് മറ്റേ കൈയിലൂടെ റീഇൻഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതായത് ഒരു സൈക്കിളിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡിനെ വിഡ്രോ ചെയ്യുന്നതിന് മുന്നത്തെ സൈക്കിളിലുള്ള നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പോണൻസിനെ നമുക്ക് തിരിച്ച് റീഇൻഫ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ്, ഫാസ്റ്റായിട്ട് ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷനെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ്. അതായത് ഇതിന് അത്രത്തോളം ലെസ് ടൈമാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ 2 ആമും യൂസ് ചെയ്തുകൊണ്ടാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെംബ്രെയിൻ ഫിൽട്രേഷൻ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് പ്ലാസ്മ അഫറസിസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ്ഫുൾ ആയിരിക്കുക എന്നുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അതായത് കുറച്ച് അഫറസിസ് ഇൻസ്ട്രുമെൻസിൻ്റെ പേര് കൊടുക്കും. തന്നിട്ടുള്ളതിൽ നിന്ന് ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷന് യൂസ് ചെയ്യുന്നത് ഏതാണ്, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷന് യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്ന കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഹീമോനെറ്റിക് മോഡൽ വരുന്നത്, അതുപോലെ തന്നെ ഡിഡെക്കോ പ്രോഗ്രസ് എന്നൊക്കെ പറയുന്നത് ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹീമോനെറ്റിക് വളരെയധികം ഓർത്ത് വയ്ക്കുക. ഹീമോനെറ്റിക് മോഡൽ അതുപോലെ തന്നെ ഡിഡെക്കോ പ്രോഗ്രസ്. അപ്പോൾ ഈ 2 നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ ഗോബി സ്പെക്ട്ര അതുപോലെ തന്നെ ഡിഡെക്കോ വൈവ എന്ന് പറയുന്ന 2 മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗോബി സ്പെക്ട്ര വളരെയധികം ഓർത്ത് വയ്ക്കുക. IFCയിൽ വരുമ്പോൾ ഹീമോനെറ്റിക് വളരെയധികം ഓർത്ത് വയ്ക്കുക. അപ്പോൾ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ് തന്നിട്ട് നമ്മുടെ എന്താണ് ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത് ഏതാണ്, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഹീമോനെറ്റിക് മോഡൽസ് അതുപോലെ തന്നെ ഡിഡെക്കോ പ്രോഗ്രസ് ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഗോബി സ്പെക്ട്ര അതുപോലെ തന്നെ ഡിഡെക്കോ വൈവ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹീമോഫറസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ഹീമോഫറസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ബ്ലഡിനെ ഡോണറിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡോണർ എന്ന് പറയുന്നത് നമുക്ക് ഏത് തെറാപ്യൂട്ടിക് പർപ്പസസിനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ പർപ്പസസിനോ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത കമ്പണൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങളുള്ള കണ്ടീഷൻസിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഫറസിസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു തെറാപ്യൂട്ടിക് പർപ്പസാണ്. അപ്പോൾ തെറാപ്യൂട്ടിക് പർപ്പസസിനും അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ, അതായത് ഒരു ഡോണറിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് അഫറസിസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഹീമോഫറസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോൾ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിന് ആൻറ്റികോയാഗുലൻ്റ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മെംബ്രെയിൻ ഫിൽട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അതുവഴി നമ്മൾ അതിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ അതിൽ നിന്ന് റിട്ടേൺ ചെയ്തെടുക്കുകയും അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പോണൻസിനെ തിരിച്ച് ആ ഡോണറിലേക്ക് റീഇൻഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ അഫറസിസ് എന്ന് പറയുന്നത്, ഹീമോഫറസിസ്. അപ്പോൾ ഹീമോഫറസിസ് നമ്മൾ ഹോൾ ബ്ലഡിനെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നത്. ഇനി പ്ലേറ്റ്ലെറ്റ് അഫറസിസ് ഉണ്ട്, അതായത് പ്ലേറ്റ്ലെറ്റിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്ലേറ്റ്ലെറ്റ് അഫറസിസ് എന്ന് പറയുന്നു. ഇനി ലൂക്ക് അഫറസിസ് ഉണ്ട്, നമ്മുടെ WBCസിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൂക്ക് അഫറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കമ്പോണൻസ് നമ്മൾ അതുപോലെ തന്നെ പ്ലാസ്മ അഫറസിസ് ഉണ്ട്, പ്ലാസ്മേനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലാസ്മ അഫറസിസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഏത് കമ്പോണൻറ്റിനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അഫറസിസ് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് അതിൻ്റെ ടൈപ്പ് നമ്മൾ പറയുന്നത്. ഇനി ബേസിക്കലി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ അതിനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിൻ്റെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവരും നന്നായിട്ട് ഓർത്ത് വയ്ക്കാം. നന്നായിട്ട് അല്ലെങ്കിൽ വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ പ്രിൻസിപ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞത് അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇൻ്റർമീഡിയൻ്റ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്താണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്ലോ സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്നുള്ളതൊക്കെ.
മെംബ്രെയിൻ ഫിൽട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും പ്ലാസ്മ ഫ്രസസിന് വേണ്ടിയിട്ടാണ്. അതായത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടുതലായിട്ടും പ്ലാസ്മ ഫ്രസസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഫറസിസിനെ പറ്റി ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം.